കണ്ടിന്യൂ ആണ്. ഡിസ്ക്രീറ്റ് സീരീസാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻഡിവിജ്വൽ സീരീസ് ആയിരുന്നല്ലോ. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലെ പഴയ പോലെ തന്നെ അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ആദ്യം ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തോ നേരത്തെ നമ്മൾ മീൻ കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചാൽ. അപ്പോൾ Q1 പിന്നെ കണ്ടുപിടിക്കണം. സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4 ആണ് അല്ലേ. അടുത്തത് Q3 കണ്ടുപിടിക്കാൻ പറയാം. സൈസ് ഓഫ് 3 × n+1 ഡിവൈഡ് ബൈ 4 ആയിട്ട്. പ്രോബ്ലം നോക്കിക്കോളൂ. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് Q1 ആൻഡ് Q3 ഫ്രം ദ ഫോളോയിങ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ 4.5 5 5 ഇങ്ങനെ തരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം 4.5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നു 10 18 തന്നു. അതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു 10 10 18 കൂട്ടി 28 28 22 കൂട്ടി 50 50 20 കൂട്ടി 75 75 40 115 115 130 130 10 140 അങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു. ഓക്കെ. ദെൻ Q1 കണ്ടുപിടിക്കും. സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4 ആയിട്ട്. ഓക്കെ. നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ 155 അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് കിട്ടിയത് 155 + 1 ആകട്ടെ. 155 + 1 അപ്പോൾ 156 156 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ 39ാമത്തെ ഐറ്റം വരും അല്ലേ. 39th ഐറ്റം എന്നാണ് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതിനകത്ത് 39th ഐറ്റം എന്ന് പറയുന്നത് വരുന്നത് നമുക്ക് എവിടെയാണ്? കണ്ടോ? 39 വരുന്നത് 50ക്കകത്താണ് അല്ലേ. അപ്പോൾ 5 ആണ് അവിടുത്തെ Q1 എന്ന് പറയുന്നത്. പറയുന്നത് മനസ്സിലായോ? 5 ആണ് അവിടെ Q1 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് Q3 കണ്ടുപിടിക്കുന്നത്. Q3 നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ Q3 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4 ഐറ്റം പറഞ്ഞത് ഈ Q3 അപ്ലൈ ചെയ്യും. അപ്പോൾ Q3ക്കകത്ത് കണ്ടോ? 3 × 155 + 1 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ 155 + 1 ആകുമ്പോൾ 156. അപ്പോൾ 3 × 156 ഡിവൈഡ് ബൈ 4. ഇപ്പോൾ നമുക്കറിയാം 468 ഡിവൈഡ് ബൈ 4 വരും. 3 × 156 ആണേ. അങ്ങനെയാണ് 468 ഡിവൈഡ് ബൈ 4 117ാമത്തെ ഐറ്റം. 117ാമത്തെ ഐറ്റം നമുക്ക് പറഞ്ഞു വരുന്നത് എത്ര വരും? 6.5-നകത്താണ് വരുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ രീതിയിൽ 6.5-ാമത്തെ ഐറ്റം 117ാമത്തെ ഐറ്റം 117 വരുന്നതിനകത്ത് 130 6.5. ഓക്കെ. അടുത്തത് നമുക്ക് പ്രോബ്ലം 19 വർക്ക് ചെയ്യണം. അപ്പം പ്രോബ്ലം 19 ഫൈൻഡ് Q1 ആൻഡ് Q3 ഫ്രം ദ ഫോളോയിങ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് അങ്ങ് ചെയ്തോളൂ.